ഒരു ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിലും ശ്രീകോവിലിന് ചുറ്റും ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാട്ടുകാരുടെ വിശ്വാസമനുസരിച്ച് ഭാരതപ്പുഴയിൽ വെള്ളം ഉയരുന്ന മഴക്കാലത്താണ് ഇവിടെയും ശ്രീകോവിലിന് ചുറ്റും വെള്ളം നിറയുന്നത്. പക്ഷേ അതല്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ വിഗ്രഹമില്ല. മുൻപ് പ്രതിഷ്ഠാസ്ഥാനത്ത് ഒരു കണ്ണാടി ബിംബം ഉണ്ടായിരുന്നെന്നും പിന്നീട് അത് ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയതാണെന്നും പറയപ്പെടുന്നു. ഇന്നും ആ പുണ്യകുഴിയെയാണ് ദേവീ സാന്നിധ്യമായി ആരാധിക്കുന്നത്. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതം, ശ്രീകോവിലിന്റെ ഉള്ളിൽ നിന്നു തന്നെ വളർന്ന് മുഴുവൻ ശ്രീകോവിലിനെയും പൊതിഞ്ഞു നിൽക്കുന്ന അപൂർവമായ മാധവീലതയാണ്. അത് ഔഷധ പ്രാധാന്യമുള്ള ഒരു വള്ളിച്ചെടിയായ ഈ മാധവീലത സ്വയംഭുവായി ഉണ്ടായതെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഈ മാധവീലതയുടെ ചുവട്ടിലാണ് ദേവി കുടികൊള്ളുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരമനുസരിച്ച് ശ്രീകോവിലിനുള്ളില് ഒരു മണിക്കിണറുണ്ട്. ഭാരതപ്പുഴയിൽ വെള്ളം ഉയരുന്ന സമയത്ത് ആ മണിക്കിണർ വഴിയാണ് വെള്ളം ശ്രീകോവിലേക്കും നാലമ്പലത്തിലേക്കും എത്തി നിറയുന്നത്. ഏകദേശം 1500ഓളം വർഷം പഴക്കമുള്ളതായി വിശ്വസിക്കപ്പെടുന്ന ഈ ദേവീ സന്നിധിയിൽ ദേവിയെ വനദുർഗാ സങ്കല്പത്തിലാണ് ആരാധിക്കുന്നത്. നവരാത്രി മഹോത്സവവും വാർഷിക ഉത്സവവുമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ. തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തിയോട് ചേർന്ന് തൃശൂർ ജില്ലയിലെ ആറങ്ങോട്ടുകരയിലാണ് ഈ അപൂർവ ദേവസന്നിധി സ്ഥിതി ചെയ്യുന്നത്. വിഗ്രഹമില്ലാത്ത സന്നിധിയും മഴക്കാലത്ത് വെള്ളം നിറയുന്ന ശ്രീകോവിലും ശ്രീകോവിലിനെ പൊതിഞ്ഞു നിൽക്കുന്ന മാധവീലതയും ചേർന്ന് ഈ ക്ഷേത്രത്തെ കേരളത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാക്കി മാറ്റുന്നു. ഒരിക്കലെങ്കിലും ഇവിടെ എത്തി ഈ അനുഭവം നേരിൽ അറിയൂ.